ഹലോ, പെട്ടെന്ന് ഇപ്പം നമുക്കൊരു ബിരിയാണി തന്നു. പക്ഷേ ബിരിയാണി ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും നമ്മുടെ വീട്ടില്ല. അപ്പോൾ നമുക്ക് തട്ടിക്കൂട്ടി ഒരു ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ് എന്തെങ്കിലും പറയാം. അത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം നെയ്യും നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പിന്നെ ഒരു 2-3 കുരുമുളകും കൂടിയിട്ട് ജസ്റ്റ് മൂപ്പിച്ചെടുക്കുക. അധികം മൂത്ത് പോകേണ്ട, കാരണം അതിൻ്റെ മണം പോവും. എന്നാൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് വേണം ചേർക്കാം, മിക്സിയിലിട്ട് അരച്ചതല്ല, ചതച്ചെടുത്താണ് ചേർക്കേണ്ടത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ, നന്നായി മൂത്ത് അത് മൂത്തിങ്ങനെ അതിൻ്റെ മണം ഒന്നും പോകുമ്പോൾ വരില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ടെടുത്താൽ മതി. നമുക്ക് സവോള ചേർക്കാം, ചെറുതാണെങ്കിൽ ഒന്നെണ്ണം മതി, പിന്നെ വലുതാണെങ്കിൽ പകുതി സവോള മതി. അതൊന്നും വഴറ്റിയെടുക്കുക. സവോള ഇതുപോലെ തന്നെ നന്നായിട്ട് മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതി. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവോള അധികം മുരിയിക്കണ്ട കേട്ടോ, അധികം വഴണ്ട് വന്നാൽ മതി. എന്നിട്ട് നമ്മളൊന്ന് വഴണ്ടി ശേഷം നമ്മൾ 2 പച്ചമുളക് കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, മുറിച്ചിട്ടല്ല, നടു കീറിയിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ ആകെ മഞ്ഞൾപ്പൊടിയും ഗരം മസാല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് പിന്നെ നമ്മൾ ഗരം മസാല ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം നമ്മൾ അരി നമ്മൾ മുന്നേ കഴുകി വെച്ചതാണ്. ആ കഴുകി വെച്ച അരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ വെള്ളം ചേർത്തതിന് ശേഷമാണ് നമ്മൾ ചേർക്കുന്നത്. ഈ വെളിച്ചെണ്ണയ്ക്കില്ല, നമ്മൾ മുരിഞ്ഞ സാധനം, അതിലേക്കാണ് നമ്മൾ അരി ചേർത്ത് കൊടുക്കുന്നത്. അരി കഴുകി വെച്ചതാണ്, അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ആ വെള്ളം ഒന്ന് വഴണ്ടിയിട്ട് ഒന്ന് ഡ്രൈ പോലെ ആവണം. ഇതുപോലെ ഒന്ന് ഡ്രൈ എന്ന് വെച്ചാൽ നല്ലോണം അങ്ങനെ അടി പിടിച്ച പോലെ ആവണം, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുക. പിന്നെ നമ്മൾ 1 ഗ്ലാസ് അരിയിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം പോലെ നമ്മൾ വെള്ളം എടുത്തിട്ട് അളന്നിട്ട് ഒഴിക്കുക. കറക്റ്റ് വെള്ളം ആവണം. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഇങ്ങനെ പെളിപ്പിടി പോലെ ഇരിക്കും. ജസ്റ്റ് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഉപ്പുണ്ടാകുന്ന നോക്കുക. ഉപ്പ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ വെള്ളത്തിനനുസരിച്ച് വേണം ഉപ്പിടാൻ. ജസ്റ്റ് ഒന്ന് ഉപ്പിൻ്റെ ഇതൊന്ന് കയറിയിട്ട് നിൽക്കണം, അങ്ങനെയാണ് ഉപ്പ് ചേർക്കേണ്ടത്. പിന്നെ 2 വിസിൽ മതിയാവും. 2 വിസിൽ കൂടുതൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചോറ് എന്താണ് പിളിപിളിയാവും. സോ നമുക്ക് പിളിപിളി ചോറ് തിന്നേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രൈഡ് റൈസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ട ചീകിയിട്ട് അതിന് മുകളിൽ നമുക്ക് കൂട്ടാലിയാതെ കഴിക്കാം. അപ്പോൾ അത്ര